നമസ്കാരം പ്രിയപ്പെട്ടവരെ. ആരാകും നിങ്ങളുടെ MP എന്ന പരമ്പരയിൽ ഇന്ന് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന് 1952 മുതലുള്ള ചരിത്രമൊന്നുമില്ല. 77 മുതലാണ് ഇടുക്കി നിലവിൽ വരുന്നത്. അതിന് തൊട്ടുമുമ്പ് പീരുമേട് എന്ന പേരിൽ അറിയപ്പെട്ടു. അതിന് തൊട്ടുമുമ്പുള്ള 2 തെരഞ്ഞെടുപ്പുകൾ, മൊത്തം ഒരു 14 തെരഞ്ഞെടുപ്പ്. അതിൻ്റെ കാര്യം പറഞ്ഞാൽ മതി. അപ്പോൾ 1967 മുതൽ 67-ലും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പായി 71-ലും ഇത് പീരുമേട് എന്ന പേരിൽ അറിയപ്പെട്ടു. 71 കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പ് 77 മുതൽ ഇടുക്കി എന്നറിയപ്പെട്ടു. മൊത്തത്തിൽ ഒരു 14 തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറയുമ്പോൾ 8 തവണയും കോൺഗ്രസ് ആണ് ജയിച്ചത്. പിന്നെ ബാക്കിയുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇതര കക്ഷികളെല്ലാം കൂടി ജയിച്ചത്. അപ്പോൾ ഒരു ഇടുക്കി മൊത്തത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് എറണാകുളം പോലെ ഒരു കോൺഗ്രസ് അനുകൂല മണ്ഡലമാണെന്നൊക്കെ തോന്നാം. 8 തവണ അവർ ജയിച്ചിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കുറേ കരുത്തരായ CM സ്റ്റീഫൻ, പാല, KM മാത്യു ഉൾപ്പെടെയുള്ളവരൊക്കെ ജയിച്ച മണ്ഡലമാണ്. അങ്ങനെ ഒരു കോൺഗ്രസിന് ആധിപത്യമുണ്ട്. പക്ഷെ ഇപ്പം നിലവിലെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ അത് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല സാർ, ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ പ്രധാന വിഭാഗങ്ങളെല്ലാം എങ്ങോട്ട് പോകുന്നു എന്നനുസരിച്ചിരിക്കും. വളരെ പിന്നെ ശരിക്കും സ്വാധീനിച്ചു. കേരള കോൺഗ്രസ് ആണ് ഇതിന്റെ സ്വാധീനം. കോൺഗ്രസിനൊപ്പമാണെങ്കിൽ കോൺഗ്രസ് ജയിക്കുന്നു. അതെ അതെ. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അത്യാവശ്യം സ്വാധീനമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ഇപ്പോൾ നിലവിലുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ LDFന് 5 നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ മൊത്തം നമുക്ക് ഇടുക്കിയുടെ നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിനുള്ളിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്, അതിലാരൊക്കെയാണ് ഇപ്പോഴും MLA-മാർ? അതെ, ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മൂവാറ്റുപുഴ, കോതമംഗലം, ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട്, ഇത്രയുമാണ് നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 2 മണ്ഡലങ്ങൾ എറണാകുളം ജില്ലയിലാണ്. കറക്റ്റ് അല്ലേ? മൂവാറ്റുപുഴയും കോതമംഗലവും. ബാക്കിയുള്ളതാണ് ഇടുക്കിയിലുള്ള. ചുരുക്കി പറഞ്ഞാൽ ഇടുക്കി ലോക്സഭാ മണ്ഡലം 2 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കും. ഒന്ന് എറണാകുളത്തിൻ്റെ കുറച്ച് ഭാഗം, ബാക്കി മുഴുവനും ഇടുക്കിയുടെ മുഴുവൻ ഭാഗം. കാരണം മലയോര മേഖലയായിട്ട് വരുന്ന ഈ ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട് ഇതെല്ലാം ഇടുക്കിയിൽ വരും. ഇനിയിപ്പം നിലവിലുള്ള MLA-മാരെന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയും തൊടുപുഴയും കഴിഞ്ഞ തവണ ജയിച്ചത് UDF ആണ്. മൂവാറ്റുപുഴ മാത്യു കുഴൽനാടൻ, പിന്നെ തൊടുപുഴയിൽ PJ ജോസഫ്. ഇത് 2 മാത്രമേ ഉള്ളൂ ഇപ്പോൾ UDFൻ്റെ കയ്യിൽ. പറയാൻ എളുപ്പമുണ്ട്. ബാക്കി 5 എണ്ണവും LDFൻ്റെ കയ്യിലാണ്. CPM ഉണ്ട്, CPI ഉണ്ട്, കേരള കോൺഗ്രസ് M ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, കേരള കോൺഗ്രസ് M ഉണ്ട്. ഇവർക്ക് 3 പേരും കൂടി ഇതിനകത്ത് 5 മണ്ഡലങ്ങളുണ്ട്. MM മണി ഉൾപ്പെടെ, A രാജു ഉൾപ്പെടെ, അതെ, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ, പിന്നെ വാഴൂർ സോമൻ ഉൾപ്പെടെ, ഇതൊക്കെ LDFൻ്റെ. ചുരുക്കി പറഞ്ഞാൽ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിനുള്ളിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ 5 എണ്ണം LDFൻ്റെ കയ്യിലും 2 എണ്ണം UDFൻ്റെ കയ്യിലുമാണ്. അല്ലേ? ഇനി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കും. 14 തിരഞ്ഞെടുപ്പുകൾ നേരിട്ടപ്പോൾ അതിനകത്ത് 8 എണ്ണം കോൺഗ്രസിനും ബാക്കി കമ്മ്യൂണിസ്റ്റ് മുന്നണിക്കുമാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളിലും വ്യക്തമായ ലീഡ് UDFനുണ്ടായിരുന്നു. അതെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇടുക്കിയുടെ ഒരു ചരിത്രം. ഇനി നമുക്ക് ഇപ്പോഴത്തെ മത്സരാർത്ഥികൾ ഇപ്പോൾ മത്സരിക്കുന്ന ആരൊക്കെ നോക്കാം. ഇതിലെ മത്സരത്തിന് വളരെ കൗതുകമുണ്ട്. കാരണം ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഡീൻ കുര്യാക്കോസ് ആണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് MP ആണ്. ജോയ്സ് ജോർജ് ആണ് CPMന്റെ സ്ഥാനാർത്ഥി. അതെ, സംഗീത വിശ്വനാഥൻ BDJS മത്സരിക്കുന്നു. ഇതിൽ ഈ ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും ഇത് അവരുടെ കരിയറിലെ, പൊളിറ്റിക്കൽ കരിയറിലെ ഇവർ തമ്മിലുള്ള മൂന്നാമത്തെ മത്സരം. അതെ, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ അവർ തമ്മിൽ മത്സരിച്ചു. ഒരു തവണ ഡീൻ കുര്യാക്കോസും ഒരു തവണ ജോയ്സ് ജോർജും ജയിച്ചു. ഇനി ആര് ജയിക്കുന്നു എന്നുള്ളത് അതായത് ഒരേ ടീം തന്നെ. ഇപ്പോൾ ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും തന്നെ 3ാമത്തെ തവണയാണ് തമ്മിൽ മത്സരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ തവണ ഒരാൾ ജയിച്ചു, 2ാമത്തെ തവണ വേറൊരാൾ ജയിച്ചു. ഇനി 3ാമത് ആരും ജയിക്കുന്നുള്ളതാണ്. അതെ, അതിൽ ഈ ജോയ്സ് ജോർജ് കഴിഞ്ഞ തവണ മത്സരിച്ചത് ഇടത് സ്വതന്ത്രനായിട്ടാണ്. ഇപ്പോഴും CPMന്റെ കാൻഡിഡേറ്റാണ് മത്സരിക്കുന്നത്. നമുക്ക് 67 ചരിത്രം മുതൽ 67 മുതലാണ് ഇടുക്കിയുടെ ചരിത്രം. ഇടുക്കി എന്ന് പറഞ്ഞാൽ അന്ന് പീരുമേട് എന്ന പേരിലായിരുന്നു. പീരുമേടിൻ്റെ ചരിത്രം തുടങ്ങുന്നത് 1967. പീരുമേടിൽ ആദ്യമായി പീരുമേടിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു ഉന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് PK വാസുദേവൻ നായർ. PK വിജയിച്ചതാണ്. അവിടുന്ന് 67, അവിടെയാണ് തുടക്കം പീരുമേടിൽ. അവിടെ എതിരെ മത്സരിച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് PD തോമൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, KT തോമസ്. ആ KT തോമസ് ഒക്കെ 3ാമതാണ് വന്നത്.
അപ്പോൾ ഏറ്റവും മുകളിൽ PKB വന്നു, രണ്ടാമത് സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നു, മൂന്നാമതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നത്. അവിടെ 1967 പീരുമേട് നിന്ന് PK വാസുദേവൻ നായർ തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് 42,466 വോട്ടിൻ്റെ ഭൂരിപക്ഷം, വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി 13.2% ലീഡ് മനസ്സിലാക്കണം. അവർ നേടിയത് 44.3, PKB നേടി 31% സ്വതന്ത്രം നേടി. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് നേടിയത് 20.2 മാത്രമാണ്. അതാണ് അതിലൊരു ചരിത്രം. അത് കഴിഞ്ഞ് 67 കഴിഞ്ഞ് 71 പീരുമേട് എന്ന പേരിലാണ്. അന്ന് കേരള കോൺഗ്രസിൻ്റെ MM ജോസഫ് ജയിക്കുന്നു. VI തോമസ് സ്വതന്ത്രനാണ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി. MM ജോസഫിന് 74,624 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് കേരള കോൺഗ്രസ്. നിർമ്മേഷ് 27.7%. 71 കൂടി പീരുമേട് കഴിഞ്ഞു. പിന്നീട് 77 മുതൽ ഇതറിയപ്പെടുന്നത് ഇടുക്കി എന്ന പേരിലാണ്. ഇടുക്കി എന്ന പേരിൽ അറിയപ്പെട്ടതിന് ശേഷം അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത് CM സ്റ്റീഫനെതിരെ മത്സരിച്ചത് MM ജോസഫ്. നേരത്തെ 71 തിരഞ്ഞെടുക്കപ്പെട്ട ആൾ ജയിച്ച MM ജോസഫാണ്. അന്ന് അദ്ദേഹം കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പാണ്. അപ്പോൾ കേരള കോൺഗ്രസ് ഇതിനകത്തുള്ളത് കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഇനി ഇസഡ് മാത്രമേ ഉള്ളൂ, ബാക്കി ഏതൊക്കെ മുന്നണിയുടെ കൂടെ ഇവർ എപ്പോഴൊക്കെ മത്സരിച്ചു എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. ഏതായാലും ഈ MM ജോസഫ് 71 കേരള കോൺഗ്രസിൽ മത്സരിച്ചു. അദ്ദേഹം 77 CM സ്റ്റീഫനോടൊപ്പം മത്സരിക്കുമ്പോൾ അദ്ദേഹം കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പാണ്. പക്ഷേ പരാജയപ്പെട്ടുപോയി. CM സ്റ്റീഫൻ അവിടെ 79,257 വോട്ടുകൾക്ക് ജയിക്കുന്നു. 18.6% ഭൂരിപക്ഷമുണ്ട്. ഈ ഇടുക്കിയെ പ്രതിനിധീകരിച്ചാൽ ഏറ്റവും ദേശീയ പ്രാധാന്യമുള്ള ഒരു നേതാവും കൂടിയാണ് സ്റ്റീഫൻ. സംശയമുണ്ടോ? CM സ്റ്റീഫൻ ആരായിരുന്നു എന്ന് നമ്മളൊന്ന് ഓർത്തു പോകുന്നത് നന്നായിരിക്കും. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. 1977 അദ്ദേഹം ഇടുക്കിയിൽ നിന്ന് ജയിക്കുന്നത്. ആ 77 അദ്ദേഹം ഇടുക്കിയിൽ നിന്ന് ജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാവ് ഇന്ദിരാഗാന്ധി തോറ്റു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന തെരഞ്ഞെടുപ്പ് ഇന്ദിരാഗാന്ധി തോറ്റു, ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. അന്ന് കേന്ദ്രത്തിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് CM സ്റ്റീഫൻ. അപ്പോൾ കേന്ദ്രത്തിൽ പ്രതിപക്ഷ നേതാവാകും, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാകുന്ന രണ്ടാമത്തെ മലയാളിയാണ് CM സ്റ്റീഫൻ. വളരെ പ്രത്യേകതയുണ്ട്. CM സ്റ്റീഫൻ വളരെ ശക്തനായ നേതാവായിരുന്നു, യാതൊരു സംശയമില്ല. ഇന്ദിരാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും എല്ലാ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും പരിഭാഷപ്പെടുത്തുന്നത് CM സ്റ്റീഫനായിരുന്നു. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. CM സ്റ്റീഫൻ ഇന്ദിരാഗാന്ധിയുടെ അഭാവത്തിലാണ് കേന്ദ്രത്തിൽ പ്രതിപക്ഷ നേതാവാകുന്നത്. അപ്പോൾ ജനതാ പാർട്ടി ഭരിക്കുന്ന മൊറാർജി ദേശായി ഭരിക്കുന്ന സമയത്താണ് ശക്തമായിട്ട് അദ്ദേഹം ഈ ജനതാ പാർട്ടിയോട് ഏറ്റുമുട്ടി നിന്നു ലോക്സഭയിൽ 77. അപ്പോൾ ഇന്ദിരാഗാന്ധി വളരെയധികം വാസ്തവത്തിൽ ആദ്യം ഇന്ദിരാഗാന്ധി കോൺഗ്രസിന് പിളരുമ്പോൾ CM സ്റ്റീഫൻ ആദ്യം ഇന്ദിരാഗാന്ധിയുടെ കൂടെ ആയിരുന്നില്ല, അത് വേറൊരു ചരിത്രമാണ്. പക്ഷെ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കൂടെ വരികയും വളരെ ശക്തമായി നിൽക്കുകയും ചെയ്തു. അങ്ങനെ വളരെ ശക്തമായി അദ്ദേഹം 77 ഇടുക്കിയിൽ നിന്ന് ജയിച്ചു വന്ന് ഇവിടെ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി സ്റ്റാൻഡ് എടുക്കുകയും ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയുള്ള ഭയങ്കരമായ പയറ്റുപയറ്റുകയും ചെയ്തു. 80 വീണ്ടും അടുത്ത ഇലക്ഷൻ വന്നേ, ജനതാ പാർട്ടി തകർന്നു പോയില്ല. 80 ഇലക്ഷൻ വന്നപ്പോൾ ഈ CM സ്റ്റീഫൻ മത്സരിപ്പിച്ചത് എവിടെയെന്നറിയാം? അതാണ് ബഹുരസം. 1980 തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തെ ഡൽഹിയിൽ വാജ്പേയിക്കെതിരെ മത്സരിപ്പിച്ചു ഇന്ദിരാഗാന്ധി. അതാണ് അങ്ങനെ വാജ്പേയിയെ എതിരിട്ട നേതാവാണ് CM സ്റ്റീഫൻ. പക്ഷെ CM സ്റ്റീഫൻ തോറ്റുപോയി. ചെറിയ വോട്ടിനാണ് വാജ്പേയി ജയിച്ചത്, 5000 ശിഷ്ടം വോട്ടിനാണെന്നാണ് എനിക്ക് ഒരു ഓർമ്മ. അതിന് തൊട്ടുമുമ്പ് തെരഞ്ഞെടുപ്പിൽ വാജ്പേയി വമ്പിച്ച ഭൂരിപക്ഷം ജയിച്ചതാണ്. ആ മണ്ഡലത്തിൽ CM സ്റ്റീഫൻ ഇന്ദിരാഗാന്ധി നിർത്തി വാജ്പേയിയെ തളച്ചിട്ട് കളഞ്ഞു. അതായത് വാജ്പേയിക്ക് ഡൽഹിയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത തരത്തിലേക്ക് ഇന്ദിരാഗാന്ധി ചെയ്തു വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ഇന്ത്യക്ക് നൽകിയ ദേശീയ നേതാവാണ് CM സ്റ്റീഫൻ. അത് പഴയകാല ചരിത്രം നമ്മൾ അല്പം പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ എല്ലാ അധ്യായത്തിലും പറയുന്ന പോലെ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ പരിപാടി. പക്ഷെ അത് കഴിഞ്ഞ് CM സ്റ്റീഫൻ 80 വാജ്പേയിയോട് തോറ്റുപോയപ്പോൾ ഇന്ദിരാഗാന്ധി വേറൊരു കാര്യം ചെയ്തു. അന്ന് കർണാടകയിൽ നിന്ന് ഗുൽബർഗ എന്ന സ്ഥലത്ത് നിന്ന് ജയിച്ച ധരം സിംഗ്, ഗുൽബർഗ എന്ന ധരം സിംഗ് 2 സ്ഥലത്ത് മത്സരിച്ചു. ഒന്ന് നിയമസഭയിലേക്ക്, ലോക്സഭയിലേക്ക് മത്സരിച്ചു. രണ്ടും ജയിച്ചു. അപ്പോൾ ഇദ്ദേഹത്തോട് ധരം സിംഗിനോട് ഇന്ദിരാഗാന്ധി പറഞ്ഞു, താങ്കളൊരു കാര്യം ചെയ്യും, നിയമസഭയിൽ മന്ത്രിയാകും, ലോക്സഭാ സീറ്റ് ഒഴിയാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം രാജിവെച്ചു. അവിടെ CM സ്റ്റീഫനെ നിർത്തി. CM സ്റ്റീഫൻ വൻപിച്ച ഭൂരിപക്ഷത്തോടെ കർണാടകയിൽ ജയിച്ചു. കർണാടകയിൽ ജയിച്ചു. കർണാടകയിലെ ഗുൽബർഗ എന്ന സ്ഥലത്ത് നിന്ന് 80 ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് നിന്ന് ജയിപ്പിച്ചു. അദ്ദേഹത്തെ മന്ത്രിയാക്കി.
വാർത്താ വിനിമയം, വാർത്താ പ്രക്ഷേപണമല്ല, വാർത്താ വിനിമയത്തിൻ്റെ മന്ത്രിയാക്കി സി എം സ്റ്റീഫൻ. അത്ര ഒരു ഗംഭീര ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇന്നിപ്പോ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഒരുപാട് ചിത്രങ്ങളുണ്ട്. പല നമ്മുടെ ഈ പഴയകാല ചരിത്രത്തിലെ പല നേതാക്കന്മാരുടെ ചിത്രങ്ങളെ കിട്ടാൻ വലിയ പ്രയാസം. അതെ അതെ സി എം സ്റ്റീഫന് ഇഷ്ടം പോലെ ചിത്രങ്ങൾ. ഒരു വലിയ നേതാവായിരുന്നു, ഇന്ദിരാഗാന്ധിയോടൊപ്പമുള്ള ചിത്രങ്ങൾ. ഒരു അപാര ഫിഗറുമായിരുന്നു. അതെ, ആ സ്റ്റേജിലൊക്കെ നിന്ന് ആണ്. ഒരു ഒന്നൊന്നര ആളാണ്. അതിൻ്റെതായ ഒരു ആഠിത്യം ഉണ്ടായിരുന്ന ഒരാളാണ് സി എം സ്റ്റീഫൻ. നമ്മൾ ഇത്രയും സി എം സ്റ്റീഫനെ കുറിച്ച് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇടുക്കിയെ കുറിച്ച് പറയുമ്പോൾ അത് പറയാതെ, അദ്ദേഹം ഒരു തവണ ഇവിടെ മത്സരിച്ചിട്ടുള്ളൂ, ജയിച്ചിട്ടുള്ളൂ, അതൊക്കെ ശരിയാണ്. പക്ഷെ അപ്പോഴാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി മാറുന്നത്. വളരെ കോൺഗ്രസ്സുകാർക്ക് വളരെ ആവേശം പകരുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ചും സി എം സ്റ്റീഫന്റെ വിജയവും. പിന്നീട് 80-ൽ അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് നിന്ന് കർണാടകയിൽ നിന്ന് ജയിക്കുന്നതും മന്ത്രിയാവുന്നതും ഒക്കെയാണ്. 1980-ലേക്ക് വരും. അപ്പോൾ 77-ൽ സി എം സ്റ്റീഫൻ ജയിച്ചു. എതിരെ എം ജോസഫാണ്, പിള്ള ഗ്രൂപ്പാണ്. അദ്ദേഹത്താൽ 79,257 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് 1977 ഇടുക്കിയിൽ നിന്ന് സി എം സ്റ്റീഫൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കുന്നത്. 80-ൽ വന്നു. 80-ൽ എം ലോറൻസ് സി പി എമ്മിൻ്റെ മറ്റൊരു വളരെ പ്രമുഖനും വളരെ സീനിയറുമായിട്ടുള്ള നേതാവാണ്. എം ലോറൻസ് 1980-ൽ ഇടുക്കിയിൽ മത്സരിച്ചു. എതിരെ മത്സരിച്ചത് ടി എസ് ജോൺ, സ്വതന്ത്ര സ്ഥാനാർത്ഥി. ടി എസ് ജോൺ പരാജയപ്പെട്ടു, എം ലോറൻസ് ജയിച്ചു. ഇടുക്കിയിൽ അങ്ങനെ രണ്ടാമത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജയിക്കാൻ. ആദ്യം ജയിച്ച PKB പീരുമേടായിരുന്നു. പിന്നീട് 80-ൽ എം ലോറൻസ്. അദ്ദേഹത്തിനും പക്ഷെ ഭൂരിപക്ഷമൊന്നും അധികം ഉണ്ടായിരുന്നില്ല, 7033 വോട്ടേ ഉള്ളൂ. കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. അതെ. പിന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് 84-ൽ അവിടെ ജയിക്കുന്നത് PJ കുര്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ PJ കുര്യൻ മത്സരിക്കുന്നു. PJ കുര്യനെ എതിർക്കുന്നത് CA കുര്യൻ, CPIയിലെ CA കുര്യനാണ് അദ്ദേഹത്തെ എതിർക്കുന്നത്. അന്ന് PJ കുര്യന് 1,30,264 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. പിന്നെ ഒരു കാര്യമുണ്ട്, 1984-ാണ് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ്. അവർ തൂത്തുവാരി. അവിടെ CA കുര്യൻ CPI ആണ് മത്സരിച്ചത്. പിന്നെ വരുന്ന 89-ൽ മറ്റൊരു കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് അവിടെ ജയിക്കുന്നു, പാലാ KM മാത്യു. പാലാ KM മാത്യു 2 തവണ ജയിക്കുന്നുണ്ട്. 89-ലും തൊട്ടടുത്ത് 91-ലും ജയിക്കുന്നുണ്ട്. 89-ൽ പാലാ KM മാത്യുവിനെ എതിർക്കുന്നത് നമുക്കറിയാവുന്ന വ്യക്തിയാണ് MC ജോസഫൈൻ. വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു. പിന്നീട് ആ പദം ഒഴിയേണ്ടി വന്നു, നമുക്കെല്ലാവർക്കും അറിയാവുന്ന MC ജോസഫൈനാണ് 1989-ൽ പാലാ KM മാത്യുവിനെ എതിർക്കുന്നത്. പാലാ KM മാത്യു ജയിച്ചു, നിഷ്പ്രയാസം എന്നല്ല, നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു. 91,479 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ, ഉഗ്രം ഭൂരിപക്ഷം. അത് 3,98,000 വോട്ടാണ് പാലാ KM മാത്യു പിടിക്കുന്നത്. MC ജോസഫിൻ 3,07,037. മോശമായിരുന്നില്ല. 41.1% MC ജോസഫിനും 53.4% പാലാ KM മാത്യു പിടിക്കുന്നു. അവിടെ BJP എൻ്റർ ചെയ്യുന്നുണ്ട്. 89-ൽ MN ജയചന്ദ്രൻ BJP 25,354, 3.4% ഉള്ളൂ. ഇതിൽ മറ്റൊരു രസകരമായ കാര്യം, ഇപ്പം MC ജോസഫൈൻ CPM-ന്റെ കാൻഡിഡേറ്റ് ആണ്. തൊട്ട് മുമ്പ് 84-ൽ CPI-യുടെ കാൻഡിഡേറ്റ്. അതെ അതെ അതെ. അതിനു മുമ്പ് CPM-ന്റെ കാൻഡിഡേറ്റ്. അതെ അതെ. പിന്നെ ആദ്യം ജയിക്കുന്ന CPI. അതെ അതെ അതെ. PKB. ഇതിൽ പാലാ KM മാത്യു ജയിച്ചു. പാലാ KM മാത്യുവിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഒരുപാട് പറയുന്നില്ല. അദ്ദേഹം AICC അംഗമായിരുന്നു. പിന്നെ മലയാള മനോരമയുടെ പത്രാധിപ സമിതി അംഗമാണ്. മാറിപ്പോണ്ട, ഇത് പാലാ KM മാത്യു ആണ്. മാറിപ്പോണ്ട, ശ്രദ്ധിക്കാം. അത് നമ്മളും വളരെ ശ്രദ്ധിച്ച് തന്നെ പറയുന്നത്. അപ്പോൾ എങ്കിലും ഇദ്ദേഹം മലയാള മനോരമയുടെ പത്രാധിപ സമിതി അംഗമായിരുന്നു. അതാണ് 89-ലെ കാര്യം. 91-ലും പാലാ KM മാത്യുവിനെ മത്സരിക്കുന്നു, അദ്ദേഹം തന്നെ ജയിക്കുന്നു. അവിടെ എതിർക്കുന്നത് PJ ജോസഫ്. PJ ജോസഫ് അവിടെ മത്സരിക്കുന്ന ഇടുക്കിയിലെ 91-ൽ PJ ജോസഫ് തോറ്റുപോയി. 25,206 വോട്ടുകൾക്ക് പാലാ KM മാത്യു PJ ജോസഫിനെ തോൽപ്പിക്കും. അതിനുശേഷമാണെന്ന് തോന്നുന്നു PJ ജോസഫ് കേരള രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്, അല്ലേ? ലോക്സഭയിൽ പിന്നീട് അദ്ദേഹം മത്സരിച്ചില്ല. അപ്പോൾ 91-ലാണ് ഈ പാലാ KM മാത്യു ജയിക്കുന്നത്, രണ്ടാമത് ജയിക്കുന്നത്. ഭൂരിപക്ഷം 25,206 വോട്ട്. തോൽപ്പിക്കുന്നത് PJ ജോസഫിനെ, കേരള കോൺഗ്രസിലെ. കേരള കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പ് എടുത്ത് പറയണ്ടല്ലോ ജോസഫിനെ. അപ്പോൾ പിന്നെ BJPക്ക് ഒരു കാൻഡിഡേറ്റ് ഉണ്ട്. BJP അവിടെ ഒരു 25,000, 30,000, ഒരു 3.4, 3.5, 3.6 വരെയൊക്കെയാണ് കുറേ നാൾ പോയി. അടുത്ത കാലത്താണ് ചെറിയ വ്യത്യാസമാണ്. അവിടെ മത്സരിച്ചത് മധുസൂദനൻ നായരാണ്. 91-ലെ കാര്യമാണ് പറഞ്ഞത്. 91 കഴിഞ്ഞാൽ അടുത്ത പിന്നെ 96-ൽ AC ജോസ് വരും. AC ജോസ് വാസ്തവത്തിൽ കോൺഗ്രസിന്റെ പല സ്ഥലങ്ങളിലും സീറ്റുകളും പിടിച്ചെടുത്ത ആളാണ്. മന്ത്രിസഭയെ നിലനിർത്തിയതുമാണ് കാസ്റ്റിംഗ്. അതെല്ലാം ചരിത്രമാണ് വാസ്തവത്തിൽ. വളരെ രസകരവും ആണ് ആ സംഗതികളൊക്കെ. 96-ൽ AC ജോസ് ജയിക്കുന്നു. അവിടെയാണ് ഫ്രാൻസിസ് ജോർജ് വരുന്നത്. കേരള കോൺഗ്രസിലെ
ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുന്നത് അവിടെയാണ്. എ സി ജോസിനോട് തോറ്റുപോയി. തോറ്റു. എ സി ജോസ് ജയിച്ചു 30,140 വോട്ടിന്. അവിടെ ഒരു ഡി അശോക് കുമാർ ഉണ്ടായിരുന്നു, ബി ജെ പിയുടെ കാൻഡിഡേറ്റ്, 32,107 വിളിച്ചു. കെ ഫ്രാൻസിസ് ജോർജിനേക്കാൾ ഇദ്ദേഹത്തിന് 30,140 വോട്ടിന് എ സി ജോസ് അവിടെ ജയിക്കുകയാണ്. പിന്നെ 1998, 96, 98, 99 മൂന്നെണ്ണം നടന്നല്ലോ. 98 പി സി ചാക്കോ ഇടുക്കിയിൽ ജയിക്കുന്നു. അന്ന് ഫ്രാൻസിസ് ജോർജാണ് എതിർക്കുന്നത്. ഫ്രാൻസിസ് ജോർജ് തോറ്റുപോയി. ഫ്രാൻസിസ് ജോർജിനേക്കാൾ 98 പി സി ചാക്കോ, ഇന്റർനാഷണൽ കോൺഗ്രസിലെ പി സി ചാക്കോയ്ക്ക് 6,350 വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ളൂ. വെറും 0.9% ഭൂരിപക്ഷം. എണ്ണം നോക്കിയാൽ 3,33,999 വോട്ട് പി സി ചാക്കോയ്ക്ക്. ഫ്രാൻസിസ് ജോർജിന് 3,27,000 തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. 27,649 വോട്ട് ഫ്രാൻസിസ് ജോർജിന്, കേരള കോൺഗ്രസ് LDF കാൻഡിഡേറ്റ്. അഡ്വക്കേറ്റ് ഡി അശോക് കുമാർ ബി ജെ പി 46,000 പിടിച്ചോടെ. നേരത്തെ അശോക് കുമാർ ആയിരുന്നു, ഇവിടെ 46,000. അങ്ങനെ ഭൂരിപക്ഷം 6,350. അത്ര വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിക്കുന്നത്. പിന്നെ 1999 ഫ്രാൻസിസ് ജോർജ് ജയിക്കുകയാണ് അവിടെ ഫ്രാൻസിസ് ജോർജ് ജയിക്കുമ്പോൾ അവിടെ അദ്ദേഹം തോൽപ്പിക്കുന്നത് പി ജെ കുര്യനെ. പി ജെ കുര്യനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് ജോർജ് അവിടെ മുന്നിൽ വരുന്നത്. അന്ന് ഫ്രാൻസിസ് ജോർജിന് 9,288 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഈ ഫ്രാൻസിസ് ജോർജിന്റെ കഥ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇടുക്കിയിലാണല്ലോ കേട്ടത്. അദ്ദേഹം ഒരുപാട് തവണ മത്സരിച്ചു, ജയിച്ചു, ചിലപ്പോഴൊക്കെ തോറ്റു, ശക്തനായ നേതാവാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ നേരെ കോട്ടയത്തേക്കാണ്. കോട്ടയത്തെ ഇടയ്ക്ക് അദ്ദേഹം എന്താണ് ജനാധിപത്യ കേരള കോൺഗ്രസ് ആ പേരിലും പാർട്ടി ഉണ്ടാക്കിയിരുന്നു. പിന്നെ തിരിച്ച് മാണി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞ കേരള കോൺഗ്രസിന്റെ ചരിത്രം നമ്മൾ പറയേണ്ടി വരും. ഇപ്പൊ കോട്ടയത്ത് മത്സരിക്കും. അപ്പൊ 99 അദ്ദേഹം പ്രൊഫസർ പി ജെ കുര്യനെ തോൽപ്പിച്ചു 9,288 വോട്ടുകൾ. അപ്പൊ 99 വരെ. പിന്നെ 2004 വീണ്ടും ഫ്രാൻസിസ് ജോർജ് വരുന്നു, LDFന്റെ കാൻഡിഡേറ്റ് ജയിക്കുന്നു. അദ്ദേഹം അന്ന് അവിടെ തോൽപ്പിക്കുന്നത് ബെന്നി ബെഹ്നാനെ. ബെന്നി ബെഹ്നാനെ തോൽപ്പിച്ചു. ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി ബെന്നി ബെഹ്നാൻ MP. ബെന്നി ബെഹ്നാനെ തോൽപ്പിച്ചുകൊണ്ട് 2004 കെ ഫ്രാൻസിസ് ജോർജ് ലോക്സഭയിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷമായിരുന്നു, 69,000 സംതിങ്. 69,384 വോട്ടിനാണ് അദ്ദേഹം ബെന്നി ബെഹ്നാനെ തോൽപ്പിക്കുന്നത്. 2009 നമ്മുടെ പി ടി തോമസ് വരുന്നു. പി ടി തോമസ് നല്ല വോട്ടിന് ജയിച്ചു. 74,796 വോട്ടിനാണ് ഈ ഫ്രാൻസിസ് ജോർജിനെ പരാജയപ്പെടുന്നത്. ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിൽ ഒരുപാട് തവണ മത്സരിച്ചു. അവിടെ ഒരു ശ്രീനഗരി രാജൻ ബി ജെ പി 28,000 വോട്ട്. നേരത്തെ കാലം ബി ജെ പിക്ക് വോട്ട് കുറയാണ്, പെർസെൻറ്റേജ് കുറയാണ് ചെയ്തത്. അപ്പോൾ അഡ്വക്കേറ്റ് പി ടി തോമസ് ജയിച്ചു. പി ടി തോമസിന് അത്യാവശ്യം നല്ല ഹോൾഡ്. പക്ഷേ പി ടി തോമസിന് പിന്നീട് ഒരുപാട് ഈ സഭയുമായിട്ടൊക്കെ ഒരുപാട് തർക്കം ഉണ്ടായിരുന്നു. മാത്രമല്ല സഭയുടെ പല നിലപാടുകൾക്കും അദ്ദേഹം ശക്തമായി എതിർത്തു. ഈ വികസനം എന്ന് പറയുന്നത് പ്രകൃതിയെ ദ്രോഹിച്ചുകൊണ്ട് ആവരുത് എന്നൊരു നിലപാടൊക്കെ അദ്ദേഹം എടുത്തു. പിന്നെ അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് ശവഘോഷയാത്രയൊക്കെ നടത്തി. അങ്ങനെ അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ പി ടി തോമസിനെ നിർത്താൻ കോൺഗ്രസ് നേതൃത്വം ഭയന്നു എന്നുള്ളതാണ് സത്യം. ബാക്കി എല്ലായിടത്തും സിറ്റിംഗ് MP മത്സരിച്ചെങ്കിലും ഇവിടെ അദ്ദേഹം തോമസ് മത്സരിച്ചില്ല. അതിനുശേഷം അവിടെ തോമസിന് 74,790 നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് ജോർജിനെയാണ് തോൽപ്പിക്കുന്നത്. ദെൻ അടുത്തത് 2014 ഇപ്പോഴത്തെ ടീം വരുന്നു. ശരിയാണ്. 2014 ജോയ്സ് ജോർജും ഡീൻ കുര്യാക്കോസും മത്സരിക്കും വരുന്നു. അവിടെ ജോയ്സ് ജോർജ് ജയിക്കുന്നു. LDFന് വേണ്ടി ജോയ്സ് ജോർജ് ജയിക്കുന്നു. ഡീൻ കുര്യാക്കോസ് തോറ്റുപോകുന്നു. 50,542 വോട്ടുകൾക്കാണ്. 50,542 വോട്ടുകൾക്കാണ് ജോയ്സ് ജോർജ് അവിടെ ജയിക്കുന്നത് 2014. ഈ ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട്. അപ്പോഴും ബി ജെ പിയുടെ കാൻഡിഡേറ്റ് 50,000-ലെത്തി. സാബു വർഗീസ് 6.2% എത്തി. 3.3, 3.4, 3.5, 3.6 എന്നൊക്കെ കിടന്നാണ്. അല്ല, അവിടെ എത്തിയപ്പോൾ ബി ജെ പി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതാണ് സാബു വർഗീസ് വന്നു. ശ്രദ്ധിച്ചാൽ എല്ലാത്തിനും നമുക്ക് ചില രസം കണ്ടെത്താൻ പറ്റും. അതിനൊരു വിമർശന ബുദ്ധിയെ നമ്മൾ കാണണ്ട. നടന്ന സംഭവങ്ങൾ നമ്മൾ വിലയിരുത്തുകയാണ്. ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ ചില മതക്കാർ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. ചില പാർട്ടികൾക്ക് പ്രത്യേകിച്ച് അവർ മാത്രമേ മത്സരിച്ചുള്ളൂ. നമ്മളതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ തിരിച്ചറിയണമെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ 2004 ഇപ്പോഴത്തെ ടീം, ഇപ്പോൾ പ്രസന്റ് മത്സരിക്കുന്ന ടീം വന്നു. ജോയ്സ് ജോർജ് ജയിച്ചു, പിന്നെ ഡീൻ കുര്യാക്കോസ് തോറ്റു. 2019 വന്നു, അവിടെ ഡീൻ കുര്യാക്കോസ് ജയിച്ചു.
പഴയ കടം തീർത്തു. പഴയ കടം അവിടെ ജോയ്സ് ജോർജിനെ പരാജയപ്പെടുത്തി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 1,71,053. ഉഗ്രം ഭൂരിപക്ഷമാണ്. ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ 2019 1,71,053. 18.6% ആണ് ഭൂരിപക്ഷം മാത്രം. കാരണം വോട്ട് 54.2% ഡീൻ കുര്യാക്കോസ് പിടിച്ചു. അതെ. ബാക്കി ജോയ്സ് ജോർജിന് ആകെ 35% വോട്ടേ ഉള്ളൂ. 35.6 ഉള്ളൂ. മാത്രമല്ല വോട്ടിന്റെ എണ്ണം 4,98,000 ഈ 2019 ആകുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്, അതും വളരെ രസകരമാണ്. ഇപ്പോൾ ഈ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഈഴവ വോട്ട് വളരെ കൂടുതലുണ്ട്. 2019 ആയപ്പോൾ ബിജു കൃഷ്ണൻ BDJS ആണ് മത്സരിച്ചത്. അവിടെ BJP സീറ്റ് മാറി BDJS ആയി. 78,000 വോട്ട് പിടിച്ചു. 78,000 വോട്ട് പിടിച്ചു. അവിടെയാണ് ഈ എല്ലാ കാര്യങ്ങളും കൃത്യമായി കണക്ക് കൂട്ടി സമവാക്യങ്ങളൊക്കെ നോക്കിയാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എല്ലാവരും. അതുകൊണ്ടാണ് ചില സ്ഥാനാർത്ഥിക്ക് എന്ത് സീറ്റ് കൊടുത്തില്ല, അതിൻ്റെ പിന്നിലൊക്കെ കാര്യങ്ങളുണ്ട്. ചിലർക്ക് എന്തുകൊണ്ട് കൊടുത്ത പിന്നിലൊക്കെ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തു തന്നെയാണ് സ്ഥാനാർത്ഥികൾ നിർത്തുന്നത്. കാരണം BDJS വരുന്നത് 2019 അവിടെ നോക്കുമ്പോൾ ഈഴവ വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അത് കുറെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. 8.6% വോട്ട് പിടിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ 3.2 3.3 എന്നൊക്കെ പറഞ്ഞാണ്. ഇപ്പം BDJS വന്നപ്പോൾ 8.6 ആയില്ലേ. അവിടെ പക്ഷെ ഒരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയാനുണ്ട്. ഇടുക്കി അല്ലെങ്കിൽ പീരുമേട് 1967 പീരുമേടിൽ തുടങ്ങി 77 ഇടുക്കിയായി മാറിയ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുകൾ 14 തെരഞ്ഞെടുപ്പുകളാണ് നടന്നത്. ആ 14 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ഏത് മുന്നണിയായാലും ഡീൻ കുര്യാക്കോസാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജും ഇദ്ദേഹത്തിനാണ്. ഈ എതിർ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഒരു വ്യത്യാസം തന്നെ അതുകൊണ്ടാണ്. കാരണം 54.2 എതിർ സ്ഥാനാർത്ഥിക്ക് 35.6 അല്ലേ. 18% വിജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ വിജയം. എന്നിരുന്നാലും ജോയ്സ് ജോർജ് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അത് ഡീൻ കുര്യാക്കോസിനെ തന്നെ തോൽപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്. രണ്ടുപേർക്കും അറിയാം. അല്ല, ഈ രണ്ടുപേർ തമ്മിൽ മൂന്നാമത് മത്സരിക്കുമ്പോൾ, അതായത് മൊത്തം 15 വർഷമായി. അപ്പൊ അവരുടെ ഒരു സ്വഭാവത്തിലും അവരുടെ ഒരു പൊളിറ്റിക്കൽ കരിയറിലും ഉണ്ടായ മാറ്റങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇവർക്ക് ഒരാളിന്റെ ദൗർബല്യവും ഒരാളിന്റെ സ്വാധീനവും ഒക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പൊ എന്താ തീർച്ചയായിട്ടും പിന്നെ യാതൊരു സംശയവും ഒരേ മണ്ഡലമാകുമ്പോൾ അതെ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. എന്തായാലും ഇപ്പൊ നമുക്കിനി ഇടുക്കി മണ്ഡലത്തിലെ വോട്ടർമാരോട് നമുക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും. ഇനി ഇപ്പോഴത്തെ കാര്യവും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോഴും മത്സരിക്കുന്നത് സംഗീത വിശ്വനാഥൻ BDJS ആണ്. BDJS ആണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. അപ്പോൾ ഇടുക്കി മണ്ഡലത്തിലെ വോട്ടർമാരോട് നമ്മൾ ചോദിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലായല്ലോ. 67 മുതലുള്ള ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. തൊട്ടുമുമ്പ് പീരുമേട് എന്ന പേരിലായിരുന്നു എന്നത് മുതൽ പറഞ്ഞു. അപ്പോൾ ചോദിക്കട്ടെ, വിനയപൂർവ്വം ചോദിക്കട്ടെ, നിങ്ങൾ പ്രതികരിക്കുമോ? ആരാകും നിങ്ങളുടെ MP?